ഞാൻ ഫാദർ ജോസഫ് വടകര കവിക്കുന്ന പള്ളിയുടെ വികാരിയാണ്. 2022 ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് കവിക്കുന്ന പള്ളിയെ ചാർജ് എടുക്കുന്നത്. ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഇത് പാമ്പൂരാൻ പാറ ഒരു കുരിശടിയാണ്. 1930 ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചൻ അദ്ദേഹത്തിന്റെ വലിയൊരു രോഗ അവസ്ഥയിൽ ചികിത്സ ചെയ്തിട്ട് ഭരിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഒരു നേർച്ച നേർന്നു. നോമ്പ് കാലത്തെ വലിയ നോമ്പിലെ 7 വെള്ളിയാഴ്ചകളിൽ ഈ മല കയറി കുരിശിന്റെ വഴി നടത്താമെന്ന്. കുരിശിന്റെ വഴി വലിയ പ്രചാരത്തിൽ അല്ലാതിരുന്ന ആ കാലത്ത് അദ്ദേഹം ഏതാനും സഹോദരന്മാരെ ചേർത്ത് ഇവിടെ വന്ന് 7 വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴി നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന് രോഗത്തിന് സൗഖ്യം കിട്ടുകയും ചെയ്തു. അതിന്റെ നന്ദി സൂചകമായിട്ടും ഈ പ്രദേശത്തിന്റെ പ്രത്യേക പരിഗണിച്ചുകൊണ്ടും അദ്ദേഹം ഇവിടെ ഒരു ചെറിയ ചാപ്പല് അന്നുണ്ടാക്കിയുണ്ടായി. ചാപ്പൽ ഉണ്ടാക്കിയത് മാത്രമല്ല, അദ്ദേഹം അവിടെ ബലി അർപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇത് കലാന്തരത്തില് ധാരാളം ആളുകളെ ആകർഷിച്ച ഒരു സ്ഥലമാണ്. സമീപത്ത് 10-30 കിലോമീറ്റർ അകലയിൽ നിന്ന് ആളുകൾ ദുഃഖവെള്ളിയാഴ്ചയും 40-ാം വെള്ളിയാഴ്ചയൊക്കെ കാൽനടയായി വന്ന് ഇവിടെ കയറി ഈ കുരിശിന്റെ വഴിയിൽ പങ്കുചേരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമ്മുടെ പൂർവികര് പലരും അക്കാലത്ത് ഇവിടെ വന്ന് കാൽനടയായി വന്ന് കുരിശിന്റെ വഴി കൂടിയിട്ടുള്ള മനുഷ്യരാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന കാലത്തിലാണ് ഈ ധന്യൻ കദളിക്കാട്ടിൽ മത്തായിച്ചന്റെ അദ്ദേഹം സ്ഥാപിച്ച തിരുഹൃദയ സന്യാസ സമൂഹം ഇന്ന് 11 പ്രോവിൻസിലായി 4500ഓളം സിസ്റ്റേഴ്സ് ഉള്ള വലിയൊരു സമൂഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ 150-ാം പിറന്നാൾ പ്രമാണിച്ച് ഉള്ള ആഘോഷങ്ങളിൽ ഒരു പ്രഖ്യാപനം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുകയുണ്ടായി. അദ്ദേഹം സ്ഥാപിച്ച ഈ കുരിശുപള്ളിക്ക് അതിൻ്റെ പുനരുത്ഥാനത്തിന് വേണ്ടി നല്ലൊരു തുക സംഭാവന ചെയ്യാമെന്ന്. അപ്പം അത് സ്വീകരിച്ചുകൊണ്ടാണ് ഈ കുരിശുപള്ളിയുടെ പുനരുദ്ധാരണ പരിപാടികൾ ആരംഭിച്ചത്. അത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ താല്പര്യമായിരുന്നു സെന്റ് ജോർജും അതുപോലെ വ്യാകുല മാതാവിൻ്റെ തിരുസ്വരൂപവും. അതുകൊണ്ട് അങ്കമാലിയിൽ മള്ളുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബദലഹം ആർട്ട് സ്റ്റുഡിയോയുടെ ഉടമയായ ശ്രീ വിൻസെന്റ് ഇവിടെ വന്ന് ഈ 3 വലിയ രൂപങ്ങൾ ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. മാതാവിന്റെ രൂപത്തിന് 10 അടി ഉയരമുണ്ട്, ഉയർപ്പ് രൂപത്തിന് 12 അടി ഉയരമുണ്ട്, അതുപോലെ സെന്റ് ജോർജിന്റെ രൂപത്തിന് 15 അടി ഉയരമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സെന്റ് ജോർജിന്റെ രൂപമായിരിക്കും ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ രൂപങ്ങൾ 3 വലുതായതുകൊണ്ട് പള്ളിയിൽ സ്ഥാപിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പള്ളിയുടെ ഈ മുറ്റത്ത് പരിസരത്ത് വെക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ അത് മഴ നനഞ്ഞ് പായൽ പിടിച്ച് മോശമാകാതിരിക്കാൻ വേണ്ടി അതിനനുസരിച്ചുള്ള പടുകൂറ്റൻ രൂപക്കൂടുകൾ ഉണ്ടാക്കേണ്ടി വന്നു. പാലാ രൂപതയിൽ 10 വർഷം സഹായമെത്രാനായി സേവനമനുഷ്ഠിച്ച അഭിമന്യ മുരിക്കൻ പിതാവാണ് ഈ രൂപം ആശീർവദിക്കുകയും അന്ന് ബലി അർപ്പിച്ച് സന്ദേശം തരികയും ചെയ്തത്. ഇനി കുരിശിന്റെ വഴിയിൽ 14 സ്ഥലങ്ങൾ ഇതിനു മുമ്പിൽ 1.5 വർഷം മുമ്പ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. അതിന് 14 വ്യക്തികളുടെ സാമ്പത്തിക സഹായമുണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാ നിർമ്മാണങ്ങളും ഇവിടെയുള്ള പ്രദേശവാസികൾ മാത്രമല്ല വിദേശത്തുള്ളവരും കാര്യമായി സംഭാവന തന്നതുകൊണ്ടാണ് ഇത് എല്ലാം പൂർത്തിയാക്കാൻ പറ്റിയത്. ചെറിയ ഒരു കപ്പേള ഇന്ന് കുറച്ചുകൂടെ വലുതാക്കി അതിനും നാട്ടുകാരുടെയും പുറത്തുള്ളവരുടെയും നല്ല സഹകരണവും സഹായവും ഒക്കെ ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് 40-ാം വെള്ളിയാഴ്ചകളിൽ അതുപോലെ ദുഃഖ വെള്ളിയാഴ്ചകളിൽ ആയിരങ്ങൾ ഇവിടെ വന്ന് ആ നേർച്ച സദ്യയിലൊക്കെ പങ്കെടുത്ത് അന്നത്തെ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്.
അത് ഈ നാട്ടുകാരുടെ ഒരു അഭിമാനമായിട്ടും ഒരു ഉത്തരവാദിത്തമായിട്ടും അവർ കണ്ട് അവരെ സംഭാവന ശേഖരിച്ച് നടത്തുന്ന ഒരു കാര്യം കൂടെയാണ്. തനിയൻ കദളിക്കാട്ടിലച്ചൻ തുടങ്ങി വെച്ച ഈ സംരംഭം അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നതും അദ്ദേഹമാണെന്ന് ഞങ്ങൾ കരുതുന്നു, വിശ്വസിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ ധന്യ പദവി അതൊരു വിശുദ്ധ പദവിയായി മാറുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കവിക്കുന്ന് സെന്റ് എപ്രൈംസ് പള്ളിയുടെ കുരിശുപള്ളിയായ ഈ പാമ്പുരാമ്പാറ വ്യാകുലമാത കപ്പേള അത് സ്ഥാപിതമായത് 1930-ലാണ്. അദ്ദേഹം ഈ ദേവാലയം നിർമ്മിച്ചപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു, ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന ഈ ക്രൂശിത രൂപം അത് കർത്താവ് മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഫിഗർ അല്ല, വേദന തുടിക്കുന്ന ഒരു പ്രതിമയായിരിക്കണം അദ്ദേഹം നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒറ്റ തേക്കും തടിയില് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രൂപമാണ്. കർത്താവിന്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തപ്പെടാത്ത ഒരു രൂപമാണ്. അതിന്റെ അർത്ഥം കർത്താവ് മരിക്കുന്നതിന് മുമ്പിലുള്ള രൂപമാണ്. കണ്ണു തുറന്ന ആളിലിരിക്കുന്നത് ഇത് അത്ഭുത രൂപമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടുന്ന് ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു പള്ളിയുടെ മാത്രം പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂശിത രൂപം എന്ന് പ്രത്യേകം സ്മരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തനിയൻ കദളിക്കാട്ടിലച്ചൻ ജനിച്ചു വളർന്ന കുടുംബ വീട്ടിലാണ്. ഇപ്പൊ ഇവിടെ ഇതൊരു തിരുഹൃദയ സന്യാസഭയുടെ ഒരു കേന്ദ്ര ഭവനം എന്ന് പറയാം, പ്രാർത്ഥനാ സ്ഥലമാണ്. 24 മണിക്കൂറും ആരാധന നടക്കുന്ന ഒരു സ്ഥലമാണ്. അച്ഛൻ സ്ഥാപിച്ച ഈ വലിയ മഠത്തിന്റെ 11 പ്രോവിൻസുകളിൽ നിന്നും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിരന്തരമായി വന്ന് ആരാധന നടത്തുന്ന ഒരു സ്ഥലമാണിത്. 24 മണിക്കൂറും ആരാധന നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് അച്ഛൻ താമസിച്ച അച്ഛൻ്റെ ജന്മ വീടായിരിക്കുന്ന ഈ വീട്. വളരെ പഴക്കവും പ്രൗഢിയും പാരമ്പര്യമുള്ള ഒരു ഭവനമാണിത്. അച്ഛൻ ഉറങ്ങിയിരുന്ന കട്ടിലാണിത്, അച്ഛൻ ഇരുന്ന കസേരയാണിത്. അതുപോലെ ഇത് അച്ഛൻ്റെ ഊന്നുപിടി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ്.